വുഡ് മൗണ്ട് ചെയ്ത കുറച്ച് ഡെൻഡ്രോബിയംസ് ഇന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡെൻഡ്രോബിയം എടുത്ത് ഒരു അത്യാവശ്യം വലിയ തടിയിൽ ഞാൻ മൗണ്ട് ചെയ്തതാണിത്. ഇതിപ്പോൾ ഒരു 2-2.5 വർഷമായി ഇത് മൗണ്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ പ്ലാന്റ് നല്ല സെറ്റായി അതിനകത്ത് വളരുവാണ്. അതിൻ്റെ ഷൂട്ട് കണ്ടാലറിയാം, നല്ല ഹെൽത്തി ഗ്രോത്ത് ആയി. ഇപ്പോഴും ഞാൻ പിന്നെ വേറെ ഒന്നും വെച്ച് കെട്ടിയില്ല, ഡയറക്റ്റ് വെച്ച് മൗണ്ട് ചെയ്ത് കൊടുത്തതാണിത്. ഇപ്പം നല്ല ഹെൽത്തി ഗ്രോത്തായി. ഞാൻ വീക്ക്ലി വൺസ് ഫെർട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ നല്ലോണം ഫ്ലവർ ചെയ്യുകയും ചെയ്യും. ഇതിൽ കണ്ടോ, 3 സ്പൈക്ക് വന്ന് ഞാൻ കട്ട് ചെയ്തതാണ് ഫ്ലവർ കഴിഞ്ഞപ്പോൾ. ഇപ്പം മേളിൽ ഒരു ഡ്രാഗൺ വെറൈറ്റിയാണ് ഏറ്റവും മേളിൽ ഇരിക്കുന്നത്. അത് ഫ്ലവർ ചെയ്ത് കിടക്കുന്നുണ്ടോ. അത്യാവശ്യം വലിയ സ്പൈക്കാണ് അതിനകത്ത്. പ്ലാന്റ് നല്ല ഹെൽത്തിയായി. ഇത് അതുപോലെ ഒരു ചെറിയ തടിയിൽ ഞാൻ ഒരു ഡെൻഡ്രോബിയം, പീച്ച് കളർ ഡെൻഡ്രോബിയം, അത് മൗണ്ട് ചെയ്തതാണ്. അതിപ്പോൾ വലിയ ഷൂട്ടായി, നല്ല ഹെൽത്തി ഗ്രോത്തായി. അതിനകത്തൊരു നല്ല വലിയ സ്പൈക്കാണ് വന്നത്. ഇതാ കണ്ടോ, നല്ല വെയിൽ കിട്ടുന്നിടത്തായിരിക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല കളർ തന്നെയാണ് അതിൽ. ഇനി അതിനകത്ത് കുറേ മുട്ട് വിരിയാനും ഉണ്ട്. കണ്ടോ, അതിനകത്ത് പിന്നെ 2-3 ചെറിയ പ്ലാന്റ് കൂടെ ഞാൻ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒന്ന് ഹെൽത്തി ആകുന്നേ ഉള്ളൂ. കുഞ്ഞു പ്ലാന്റുകളും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സൈഡിൽ കാണാം. ഇത് അതുപോലെ ഇപ്പോൾ പുതിയ സീഡ്ലിങ്സ് ഒരു 10 വെറൈറ്റി എടുത്തിട്ട് ഒരു വുഡിൽ മൗണ്ട് ചെയ്തതാണ്. ഇതിപ്പോൾ 1.5 മാസമായി. നല്ല ഹെൽത്തി ഗ്രോത്ത് ആയിട്ടുണ്ട്. ആ റൂട്ട് കണ്ടോ, നല്ല ഗ്രീൻ ടിപ്പുള്ള റൂട്ട്സ് വന്ന്. അപ്പോൾ അത് അതിൻ്റെ നല്ല ഹെൽത്തി ഗ്രോത്താണ് അത് കാണിക്കുന്നത്. 10 വെറൈറ്റി. അതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ചെറിയ കുഞ്ഞു പോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ അതിനെ ഡയറക്റ്റ് കെട്ടിവെച്ചു. ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതുപോലെ ഞാനൊരു ഫെലനോപ്സിസ് മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു വലിയ തടി കഷ്ണം. അതിനകത്ത് നാച്ചുറലി ഒരു പോഡ് പോലെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആ ഫെലനോപ്സിസിൻ്റെ പോട്ട് കറക്റ്റായിരുന്നു. ആ പ്ലാസ്റ്റിക് പോട്ട് അതുപോലെ എടുത്തങ്ങ് വെച്ചു. ഇത്രയും നല്ല ഭംഗിക്ക് അത് മൗണ്ട് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതിൻ്റെ പുറത്തൊക്കെ അങ്ങ് റൂട്ട് ഇറങ്ങി നല്ലതായിട്ട് സെറ്റായി. അകത്തും ആ ചാലിനകത്തും നിറച്ച് റൂട്ടാണ്. ഇതിപ്പോൾ ഇത് ഒരു വർഷത്തിൽ കൂടുതലായി ഇതിൽ നിന്ന് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ആ 2 സ്പൈക്കും അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നിന്ന് ഇത് ഫ്ലവർ ചെയ്യുന്നതാണ്. റൂട്ടൊക്കെ കണ്ടോ, നല്ലതായിട്ടങ്ങ് ആ തടിയിൽ പിടിച്ചു കഴിഞ്ഞ്. തടിയുടെ പുറത്തൊക്കെ കാണും. കണ്ടൊരു 4 വെറൈറ്റിയാണ് അതിനകത്തിരിക്കുന്നത്.